ഇടുക്കി തൊടുപുഴയിലെ കൊട്ടേഷൻ കൊലപാതകത്തിൽ പ്രതി ജോമോനുമായി തെളിവെടുപ്പ് തുടരുകയാണ്. ബിജു ജോസഫിനെ തട്ടിക്കൊണ്ടുപോകാൻ ഉപയോഗിച്ച വാൻ പോലീസ് കണ്ടെടുത്തു. ജോമോന്റെ സുഹൃത്തിന്റെ ഉടമസ്ഥതയിലുള്ള വാഹനമാണ് അഞ്ചരിക്കവലയിലെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയിരിക്കുന്നത്. വിവരങ്ങളുമായി ഇടുക്കിയിൽ നിന്ന് ആൽവിൻ തോമസ് ചേരുന്നു. ആൽവിൻ, എവിടെയൊക്കെ എത്തിച്ചാണ് ജോമോനെ തെളിവെടുപ്പ് നടത്തുന്നത്? ഇപ്പോൾ എന്തൊക്കെയാണ് ഈ കേസിൽ പോലീസിന് സമാഹരിക്കാൻ കഴിഞ്ഞിട്ടുള്ള വിവരങ്ങൾ ഇതിനോടകം? ജോമോൻ ഉൾപ്പെടെ 3 പ്രതികളെയാണ് ഇന്നലെ കസ്റ്റഡിയിൽ കോടതി വിട്ടത്. അതേ തുടർന്ന് ഇന്ന് തെളിവെടുപ്പ് നടത്തുകയായിരുന്നു. മറ്റിടങ്ങളിലെ തെളിവെടുപ്പൊക്കെ ഏതാണ്ട് പൂർത്തിയായിരുന്നു. ഇന്നിപ്പോൾ ഈ അഞ്ചരിക്കവലയിലെ വീട്ടിലാണ് ഈ ബിജുവിനെ തട്ടിക്കൊണ്ടുപോയ ഓമ്നി വാൻ കണ്ടെത്തിയിട്ടുള്ളത്. ഇത് നേരത്തെ തന്നെ പോലീസ് ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ വാഹനം. ഇത് തെളിവെടുപ്പിന്റെ ഒരു സാങ്കേതികത്വം എന്നതുകൊണ്ടാണ് ഇപ്പോൾ ജോമോനെ അവിടെ എത്തിച്ച് തെളിവെടുക്കുകയുണ്ടായി. ഈ വാഹനത്തിൽ ആണ് ബിജുവിനെ 20-ാം തീയതി രാവിലെ പുലർച്ചെ തട്ടിക്കൊണ്ടു പോകുന്നത്. ബിജു സ്കൂട്ടറിൽ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഈ കൊട്ടേഷൻ സംഘ അംഗങ്ങളും അതോടൊപ്പം തന്നെ ജോമോനും ആണ് ഈ വാഹനത്തിലെത്തിയത്. ഈ വാഹനം ഓടിച്ചിരുന്നത് ജോമോനാണ്. ഈ ഒമ്നി വാൻ ഓടിച്ചിരുന്നത് ജോമോനാണ്. ഇതിന് പിന്നിലാണ് 2 കൊട്ടേഷൻ അംഗങ്ങളായ ആഷിഖും അതോടൊപ്പം തന്നെ മുഹമ്മദ് അസ്ലവും ഉണ്ടായിരുന്നത്. തുടർന്ന് മറ്റൊരു പ്രതി ജോമിൻ ഈ സ്കൂട്ടർ ഓടിക്കുകയും ബിജുവിനെ ഈ വാനിലേക്ക് വലിച്ച് ഇതിന്റെ നടുക്ക് ഭാഗത്തേക്ക് വലിച്ചിടുകയുമായിരുന്നു. പിന്നീട് ഇരുവരും ഈ കൊട്ടേഷൻ സംഘങ്ങൾ ഇരുവരും വലിയ തോതിൽ മർദ്ദനം ബിജുവിനെതിരെ നടത്തി. തലയിൽ ചവിട്ടിപ്പിടിച്ചു. ആന്തരിക രക്തസ്രാവം പോലും ഉണ്ടാകുന്ന രീതിയിൽ പരിക്കേൽപ്പിക്കുകയും ചെയ്തു എന്നാണ് നമുക്ക് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ തലച്ചോറിനും കാര്യമായ ക്ഷതമേറ്റിരുന്നു. ഇങ്ങനെയൊക്കെയുള്ള മർദ്ദന മുറകൾ ഈ വാഹനത്തിൽ വെച്ച് നടത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വാഹനമാണ് പ്രധാന തെളിവായി ഉള്ളത്, പ്രധാന തൊണ്ടിയായി ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ തെളിവെടുപ്പ് ഇപ്പോൾ ഏതാണ്ട് പൂർത്തിയാകുകയാണ്. ജോമോനെ മാത്രമാണ് ഇവിടെ ഇപ്പോൾ എത്തിച്ച് തെളിവെടുപ്പ് നടത്തുന്നത്. അതുകൊണ്ട് ആ നടപടികൾ പൂർത്തിയാകുകയാണ്. ഫോറൻസിക് സംഘം അടക്കം ഈ തെളിവെടുപ്പിൽ ഉണ്ട്. അവിടുന്ന് രക്തക്കര ഉൾപ്പെടെയുള്ള വണ്ടിയിൽ നിന്ന് ഈ വാഹനത്തിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട്. അത് ശാസ്ത്രീയ പരിശോധനയ്ക്കായി അയക്കുമെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. മറ്റ് 2 പ്രതികളെ ഇന്ന് തെളിവെടുപ്പിന് ഇറക്കാൻ സാധ്യതയില്ല എന്നുള്ളതാണ് പോലീസ് നൽകിയിട്ടുള്ള വിവരം. 4 ദിവസത്തേക്കാണ് ഇവരെ കസ്റ്റഡിയിൽ വിട്ടിട്ടുള്ളത്. ഇത് കൂടാതെ ആഷിഖ് എന്ന മറ്റൊരു കാപ്പ കേസ് പ്രതി വിയൂർ ജയിലിൽ കഴിയുകയാണ്. അവിടെ നിന്ന് അയാൾക്കായുള്ള പ്രൊഡക്ഷൻ വാറന്റ് നൽകി കഴിഞ്ഞു. അയാളെ ഇവിടെ തൊടുപുഴയിൽ എത്തിച്ച് ഈ കേസിൽ അറസ്റ്റ് ചെയ്യപ്പെടുത്തും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അത് വരുന്ന ദിവസങ്ങളിൽ അത്തരം നടപടികളുമായി പോലീസ് മുമ്പോട്ട് പോകും. ലക്ഷ്മി, ഇടുക്കിയിൽ നിന്ന് ആൽവിൻ തോമസ് ആണ് വിവരങ്ങൾ പങ്കുവച്ചത്.